കാനഡയുടെ പുതിയ പ്രധാനമന്ത്രിയായി മാർക്ക് കാർണി ചുമതലയേറ്റേണ്ട ഭാഗമായിട്ട് പല പുതിയ പദ്ധതികളും അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പദ്ധതി അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നത് കാനഡയെ തന്നെ ഒരു തണുപ്പ് കൂടിയ പ്രദേശമായ ആൽബർട്ടയിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഗവൺമെൻറ് ഏകദേശം $5,000 കൊടുക്കും എന്നാണ്. $5,000 എന്ന് പറയുമ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയെക്കുറിച്ച് പല നെഗറ്റീവ് വാർത്തകളും പലരും പറയുമ്പോഴും അതിനിടയിലൊക്കെ തന്നെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിലൊന്നാണ് കാനഡ ഗവൺമെൻറ് ഒരു വ്യക്തിക്ക് $5,000 വീതം കൊടുക്കാമെന്ന് പറയുന്നത്. $5,000 അഥവാ 3 ലക്ഷം രൂപ എന്ന് കേൾക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് കാണുന്ന പല ആൾക്കാരും ഉണ്ടാവാം. എന്നാൽ ആ 3 ലക്ഷം രൂപയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പല ആൾക്കാരും വേറെയുണ്ട്. പലരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാൾ കാനഡയിൽ വന്നു കഴിഞ്ഞാൽ പല കുറ്റങ്ങളും കണ്ടെന്ന് വരും. അങ്ങനെ ആ കുറ്റങ്ങൾ പലതും പല സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ പറയുമ്പോൾ കാനഡയിലേക്ക് വരാൻ അർഹരായിട്ടുള്ള പല ആൾക്കാർക്കും അത് നെഗറ്റീവായിട്ട് തോന്നുകയും അവർക്ക് ആ ഡിസിഷൻ തന്നെ വേണ്ടാന്നൊക്കെ വെക്കുകയും ചെയ്യും. എന്നാൽ ഇതിന് അർഹതപ്പെട്ട പല ആൾക്കാരുമുണ്ട്. 2025 മെയ്യിലാണ് ആൽബർട്ട പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നേക്കുന്നത്. അപ്ഡേറ്റ് പ്രകാരം പറയുന്നത് May 1, 2025 ശേഷം ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റീസെൻ്റായിട്ട് പല പ്രൊവിൻസിലും താമസിച്ചവർ ആൽബർട്ടയിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം $5,000 കിട്ടുമെന്നുള്ളതാണ്. അതിന് ചില റിക്വയർമെൻറ്റ്സ് അതിന് പ്രത്യേകം പറയുന്നുണ്ട്. നമുക്ക് ആ റിക്വയർമെൻറ്റ്സ് ഓരോന്നായിട്ട് നോക്കാം. നമ്മളെ എലിജിബിലിറ്റി ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന വ്യക്തി 18 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം. രണ്ടെന്ന് പറയുന്നത് ആപ്ലിക്കൻ്റ് ഒരു പെർമനൻറ്റ് റെസിഡൻറ്റ് ഹോൾഡർ ആയിരിക്കണം, അതും അല്ലെങ്കിൽ ഒരു കനേഡിയൻ സിറ്റിസണും ആയിരിക്കണം. മൂന്നാമത്തെ എന്ന് പറയുന്നത് ആൽബർട്ടയിലോട്ട് മൂവ് ചെയ്തത് May 1, 2024 തൊട്ട് December 31, 2024 അതും അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് ഇപ്പം May 1 ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ വർഷം May 1 തൊട്ട് ഈ 2025 May വരെ ഒരു 12 മാസം കണ്ടിന്യൂസ് ആയിട്ട് ആൽബർട്ടയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ വർഷം അതായത് December 31, 2024 വരെയുള്ള ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചിട്ടുണ്ടാവണം. ഇനി ലാസ്റ്റായിട്ടുള്ള ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ആൽബർട്ട ഗവൺമെൻറ്റോ ഏകദേശം ഒരു 62 ജോബ് ലിസ്റ്റോളം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്നായിരിക്കണം നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്. ആ ജോബിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിവിടെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഈ $5,000 എന്ന് പറയുന്നത് തികച്ചും ടാക്സ് ഫ്രീ ആയിട്ടുള്ളൊരു എമൗണ്ടാണ്. മാത്രമല്ല ആദ്യം അപ്ലൈ ചെയ്യുന്ന 2,000 പേർക്ക് മാത്രമേ ഈ എമൗണ്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ May 1, 2025 ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് ഇനി അപ്ലൈ ചെയ്യാനുള്ളവരോട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഈ എമൗണ്ട് കിട്ടുന്നതായിരിക്കും. ഇങ്ങനത്തെ പുതിയ പല പദ്ധതികളും പ്രഖ്യാപിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കാനഡയിലെ അവസരങ്ങളൊന്നും തന്നെ തീർന്നിട്ടില്ല. ഇങ്ങനത്തെ പല രീതിയിലുള്ള അവസരങ്ങളും ഉണ്ട്. അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആൽബർട്ടയിലേക്ക് അവിടെ ആൾക്കാർ ഇത്ര ആവശ്യമുള്ളത് കൊണ്ടാണ് ഇത്രയും ആൾക്കാരെ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഒരു ടാക്സ് ഫ്രീ ആയിട്ടൊരു എമൗണ്ട് കൊടുത്ത് ആൾക്കാരെ വെൽക്കം ചെയ്യുന്നത്. ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഇങ്ങനത്തെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചതും അത് ഇവിടെ ഉള്ളൊരു സിറ്റിസണും അല്ലെങ്കിൽ PR ഉള്ള ഒരാൾക്കാണ് കൂടുതലും ബെനിഫിറ്റ് ആയതും. എന്നാൽ ഇനി വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രി പല പുതിയ പദ്ധതികളും അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അങ്ങനത്തെ പല പദ്ധതികളും പല സ്റ്റുഡൻസിനും അല്ലെങ്കിൽ PR കാത്തിരിക്കുന്നവർക്കും എല്ലാം ബെനിഫിറ്റ് ആവുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനത്തെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ AJ സൈനിങ് ഓഫ്. ബൈ.